4 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. ഈ ലൈസൻസി എടുത്ത മുണ്ടത്തിക്കോട് സതീശൻ എന്ന് പറയുന്നയാൾ 10-12 വർഷമായി തൃശ്ശൂർ പൂരമടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട ഇതേപോലെയുള്ള കമ്പങ്ങൾക്ക് ലൈസൻസിയുള്ളയാളാണ്. ഈ സതീശൻ്റെ പേരിലാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും കരിമരുന്ന് പ്രയോഗത്തിൻ്റെ ലൈസൻസി ഉള്ളത്. സതീശനടക്കം 4 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ICUവിലാണ്, 2 പേർ വെന്റിലേറ്ററിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബാക്കിയുള്ള 6 പേരുടെ നില അതീവ ഗുരുതരമല്ല. അവർക്ക് 50% താഴെ മാത്രമാണ് പൊള്ളലുള്ളത്. 13 പേരുടെ ജീവനെടുത്ത ഉഗ്രസ്ഫോടനത്തിന്റെ ആഘാതത്തിലാണ് മുണ്ടത്തിക്കോട്. അപകടത്തിൽ സമീപ പ്രദേശത്തെ വീടുകൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അതായത് ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 150 മീറ്ററൊക്കെ അകലെയാണ് വീടുകളെങ്കിൽ പോലും അവിടെ വലിയ രീതിയിലുള്ള ആഘാതമുണ്ടായി. പൊട്ടാത്ത അമിട്ടികളും ചാക്കുകളിൽ സൂക്ഷിച്ച വെടിമരുന്നുകളും വെടിക്കെട്ടുപുരയ്ക്ക് സമീപം ഇപ്പോഴും ബാക്കിയുണ്ട്. അപകടമുണ്ടായ വെടിക്കെട്ടുപുരയ്ക്ക് സമീപത്ത് നിന്നും TV പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കണ്ടുവരും. ഇന്നലെ നാടിന് നടക്കിയ സ്ഫോടനം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് ഇനിയിപ്പോൾ ഒന്നും ബാക്കിയില്ല എന്നുള്ളതാണ്. ഈ വാഴകളൊക്കെ പൂർണ്ണമായി തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഈ ഓലകളെല്ലാം കത്തി ഉണങ്ങിയതായിട്ട് നമുക്ക് കാണാം. കുറച്ചുകൂടി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പൊട്ടാത്ത കുറേയേറെ ഗുണ്ടുകളും അമിട്ടുകളും അവിടെ ബാക്കിയുള്ളതായി കാണാം. ഇവിടെയാണ് ഈ വെടിമരുന്നിൻ്റെ ഭാഗമായി കറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു യന്ത്രമുള്ളത്. ഇവിടേക്കൊരു ഇലക്ട്രിസിറ്റി കണക്ഷനും കാണാം. ഇതുപയോഗിച്ചാണ് മോട്ടോർ കറക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഈ ചാക്കുകളിൽ വെടിമരുന്നാണ് പൂർണ്ണമായും ഉള്ളത്. ഇവിടെ ചിന്നിച്ചെതറിയ നിലയിലാണ് ഓരോന്നും കാണുന്നത്. ഒരു ക്ലോക്ക്, അതുപോലെ ബക്കറ്റുകൾ, ഇവർ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്, അവരുടെ വെള്ളം കൊണ്ടുവന്ന കുപ്പികൾ, അതുപോലെ ഇവിടേക്ക് വന്നാൽ ഇവിടെയുള്ള ഏകദേശം എല്ലാം നശിച്ചു എന്നത് തന്നെയാണ്. ഇവിടെ ഒരു വലിയ മാവുണ്ട്. ആ മാവിൽ നിറയെ പഴുത്തതടക്കമുള്ള മാങ്ങകളുണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ ചെതറിയ നിലയിലാണ്. ഈ ഇന്നലെ ഉള്ള സ്ഫോടനത്തിൻ്റെ ഭാഗമായി മുകളിൽ നിന്ന് തേങ്ങകളും കുറേയേറെ വീണിട്ടുണ്ട്. ഓലകൾക്കൊപ്പം അതും വീണിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ നടുവിൽ ഒരുപാട് വെടിമരുന്നിൻ്റെ ഭാഗമായിട്ടുള്ളവ ഇവിടേക്ക് വീണതായി കാണാം. ഒരു വലിയ ദുരന്തം നടന്നതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള വെടിപ്പുരയിൽ നിന്നുള്ള തീ നമുക്ക് കാണാം. ഇവിടെയുള്ള വെടിപ്പുരകളിൽ ഒന്നാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് തീ കത്തുന്നുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് കരുതുന്നു. മറ്റ് പല ഭാഗങ്ങളിലും പുക വരുന്നുണ്ടെങ്കിൽ പോലും ഈ വെടിപ്പുരയ്ക്കുള്ളിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തീ കത്തുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അവിടെയെല്ലാം ഈ കരിമരുന്നിൻ്റെ ഭാഗമായുള്ളവ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ദുരന്ത ഭൂമിയായി ഇത് മാറി. ഇന്നലെ 40-ലധികം ആളുകൾ വലിയ സന്തോഷത്തോടെ പാട്ടുപാടിയും നൃത്തം വെച്ചും ഒക്കെ വലിയ സജീവതയോടെ നിന്നിരുന്ന ഒരു സ്ഥലത്താണ് വളരെ പെട്ടെന്ന് ദുരന്തത്തിൻ്റെ രൂപത്തിൽ എല്ലാം എത്തിയത്. നിരവധി പേരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയത്. ഈ വയലിൻ്റെ ഒത്ത നടുക്കാണ് ഈ പ്രദേശം എന്നുള്ളത് കൊണ്ടൊരു സംഭവം നടന്നാൽ ഒന്നും പുറത്തേക്കൊന്നും ഏശാനൊരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് പുറത്തുള്ളവർക്ക് ആളുകൾക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതിരുന്നത്. വീടുകൾക്ക് നാശനഷ്ടമുണ്ടായെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണിതാ ധാരാളം മാങ്ങകൾ ഇവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒരു സ്കൂട്ടർ അവിടെ പാതി കത്തിയ നിലയിലുണ്ട്. ഇവിടെ പാത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളും എല്ലാമുണ്ട്. ഒപ്പം അമിട്ടിൻ്റെയും മറ്റും അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. പാത്രങ്ങളുണ്ട്, അവിടെയെല്ലാം കരിഞ്ഞ നിലയിൽ കസേരകളുണ്ട്. ഇതിൻ്റെ അപ്പുറം ഒരു സ്കൂട്ടർ കാണാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളെല്ലാം ഈ ഭാഗത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്നത് കാണാം. ഇത്രയേറെ വലിപ്പമുള്ളതാണ് ഇവിടെ നിർമ്മിച്ചിരുന്നതെല്ലാം. ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവിടെ ഉള്ളത്. ഇവർ ആഹാരം പാചകം ചെയ്യാനും മറ്റുമായിരിക്കും ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും വെള്ളമൊക്കെ കൊണ്ടുവരുന്ന പാത്രങ്ങളുമൊക്കെ ഇവിടെ അവശേഷിപ്പികളായി കാണാം. അതുപോലെ ഇതിൻ്റെ പുറത്തേക്ക് പോയാൽ, ഇതിൻ്റെ മറുഭാഗത്തേക്ക് പോയാൽ പൊട്ടി ബാക്കിയായ ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇതിലേറ്റവും ചെറുതാണ്. വലിയ രൂപത്തിലുള്ള ഇഷ്ടം പോലെ പാതി പൊട്ടിയതുണ്ട്. ഇവിടെയാണ് സ്ഫോടനം നടന്നെങ്കിൽ പോലും ഇവിടുന്ന് ഏതാണ്ട് ഒരു 250 മീറ്ററിലേറെ ദൂരം വയൽ പൂർണ്ണമായി കത്തിക്കരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരം ഭാഗങ്ങളാണ് ഇവിടെ നിന്ന് പൊട്ടി അടുത്തുള്ള വീടുകളുടെ ഉൾപ്പെടെ ഭാഗത്തേക്ക് ചെന്ന് പതിച്ചത്. പുകപടലങ്ങൾ ഇപ്പോഴുമുണ്ട്. ഈ ഷെഡ് ഭാഗികമായി ഏതാണ്ട് പൂർണ്ണമായി തന്നെ
പൊളിഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ കൊണ്ടുവന്ന ഏതോ ഒരാളുടെ ഇരുചക്ര വാഹനം തൊട്ടടുത്ത് പാതി കത്തിയ നിലയിലൊക്കെ കാണാം. തൊട്ടടുത്ത് ഇന്നലെ ഉള്ളവരുടേതായിരിക്കണം വസ്ത്രങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെയാണ് നാടിന് നടുക്കിയ ഒരു ദുരന്തമുണ്ടായത്. ഈ ഭാഗത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് എല്ലാവരും കരുതിയ ഈ സ്ഥലത്താണ് ഇത്ര വലിയ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമുണ്ടായതും നിരവധി പേരുടെ ജീവനെടുത്തതും നിരവധി പേർ ഇപ്പോഴും ജീവന് വേണ്ടി മല്ലടിച്ച് കിടക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്.